ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ സീരീസ് മാനിയാക്. ഗോബ്ലിൻ ദ ലോൺലി ഗ്രേറ്റ് ഗോഡ് എന്ന കൊറിയൻ സീരീസിൻ്റെ എപ്പിസോഡ് വൈസ് നറേഷൻ ഇന്നു മുതൽ തുടങ്ങുകയാണ്. കൊറിയൻ സീരീസ് ലവേഴ്സിൻ്റെ ഇടയിൽ ഒരു ഹ്യൂജ് ഇമ്പാക്റ്റ് ആണ് ഗോബ്ലിൻ ഉണ്ടാക്കിയിട്ടുള്ളത്. മറ്റൊരു സീരീസിനും ഗോബ്ലിൻ്റെ ഇമ്പാക്റ്റ് തകർക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം. പൂർവജന്മവും പുനർജന്മവും ജീവിതവും മരണാനന്തര ജീവിതവും കൊറിയൻ ദൈവസങ്കല്പങ്ങളുമൊക്കെ അടങ്ങിയ ഒരു കഥയാണ് ഗോബ്ലിൻ എന്ന സീരീസ് നമുക്ക് പറഞ്ഞു തരിക. ഒരൽപ്പം ലാഗുണ്ട് എന്നതൊഴിച്ചാൽ എടുത്തു പറയാൻ ഒരു തരി നെഗറ്റീവ് പോലും നമുക്ക് ഈ സീരീസ് തരില്ല. കാസ്റ്റ് ആൻഡ് ക്രൂ, സ്ക്രിപ്റ്റ്, ഡയറക്ഷൻ, OST എല്ലാ മേഖലയിലും ഗോബ്ലിൻ മികച്ചു നിൽക്കുന്നു. ഏകദേശം 1.5 മണിക്കൂർ ദൈർഘ്യമുള്ള 16 എപ്പിസോഡുകളാണ് ഗോബ്ലിനുള്ളത്. ഇനി ഇൻട്രോ അധികം വലിച്ചു നീട്ടാതെ എപ്പിസോഡ് 1ലേക്ക് നമുക്ക് കടക്കാം. ഗോഡ് മദർ ഒരു വയസ്സായ വഴിയാത്ര കച്ചവടക്കാരിയുടെ വേഷം കെട്ടിയിട്ട് തൻ്റെ പ്രൊഡക്ട്സ് ഒരു യുവതിക്ക് വിറ്റുകൊണ്ടിരിക്കുമ്പോൾ ദ ഗ്രേറ്റ് ഗോബ്ലിൻ്റെ കഥ പറയുന്നു. ഗോബ്ലിൻ ഇപ്പോഴും ഈ ലോകത്ത് തൻ്റെ ബ്രൈഡിൻ്റെ വരവും കാത്ത് അലഞ്ഞു തിരിഞ്ഞു നടക്കുകയാണത്രേ. മുത്തശ്ശിയുടെ ഈ കഥ വലിയ കാര്യമായി എടുക്കാണ്ട് ചിരിച്ചുകൊണ്ട് അവൾ എഴുന്നേറ്റ് പോകുന്നു. ഗോബ്ലിന് പല രൂപങ്ങളുണ്ട്. ജലമായും തീയായും കാറ്റായും പ്രകാശമായും ഇരുട്ടായും ഒക്കെ തൻ്റെ ജീവിതം ഗോബ്ലിൻ ജീവിച്ചു തീർത്തു. ഒരിക്കൽ അവനൊരു മനുഷ്യനായിരുന്നു. നൂറ്റാണ്ടുകൾക്ക് മുന്നേയുള്ള ഒരു യുദ്ധഭൂമി. അവിടെ നമ്മുടെ നായകൻ ഗോബ്ലിൻ ജനറൽ കിംഷിൻ ആണ്. ഒരു തരി ഭയം പോലും കണ്ണിലില്ലാതെ കിംഷിൻ തൻ്റെ വാളുപയോഗിച്ച് എതിരാളികളെ കൊന്നു വീഴ്ത്തുന്നു. അങ്ങനെ യുദ്ധഭൂമി ഒരു രക്തക്കളമായി തീർത്തിട്ട് കിംഷിൻ വിജയവും കൊണ്ട് തൻ്റെ രാജ്യത്തിലേക്ക് വരുന്നു. എന്നാൽ അവർ പ്രതീക്ഷിച്ചതുപോലെ അവരെ സന്തോഷത്തോടെ ആയിരുന്നില്ല പാലസിലെ എല്ലാവരും വരവേറ്റത്. ചതിയൻ എന്ന് അവരെ തെറ്റായി ആരോപിച്ച് കിംഷിന്റെ സൈന്യത്തിന് നേരെ അമ്പെയ്യുന്നു. എന്നാൽ രാജ്യത്തിനു വേണ്ടിയും രാജാവിനു വേണ്ടിയും മരണം വരെ പൊരുതിയിട്ടും ഇങ്ങനെ തങ്ങളോട് പെരുമാറുന്നത് കിംഷിന്റെ സോൾജേഴ്സിന് ഒട്ടും സഹിച്ചില്ല. അവർ തിരിച്ചും പൊരുതാൻ തുടങ്ങി. എന്നാൽ രാജാവിനെ മാത്രം കാണണമെന്നായിരുന്നു കിംഷിന്റെ ആവശ്യം. അങ്ങനെ അവൻ കൊട്ടാരവാതിൽ തുറന്ന് അകത്ത് കയറുന്നു. അവിടെ അവനെ കാത്ത് യുവറാണിയും രാജാവും നിൽപ്പുണ്ടായിരുന്നു. രാജാവിന്റെ ശിങ്കിടികൾ കിംഷിനെ പറ്റി അപവാദങ്ങൾ രാജാവിന് പറഞ്ഞു കൊടുക്കുന്നു. കിംഷിന് രാജാവിനേക്കാൾ കൂടുതൽ ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനമുണ്ട്, രാജാവിനെ അവൻ അനുസരിക്കില്ല എന്നൊക്കെയാണ് അവർ പറഞ്ഞു കൊടുക്കുന്നത്. കിംഷിൻ രാജാവിന് നേരെ നടന്നു നീങ്ങുമ്പോൾ ഇനിയൊരടി വെച്ചാൽ നിന്റെ കൂടെയുള്ളവരെല്ലാം കൊല്ലപ്പെടുമെന്ന് രാജാവ് ഉത്തരവിടുന്നു. അതൊന്നും ശ്രദ്ധിക്കാതെ അവൻ രാജാവിന്റെ അടുത്തേക്ക് പോകുക തന്നെ ചെയ്തു. എന്നാൽ യുവറാണി അവനോട് രാജാവിനോട് സംസാരിക്കൂ എന്ന് പറഞ്ഞ് കിങ്ങിന്റെ അടുത്തേക്ക് പറഞ്ഞു വിടുന്നു. കിംഷിൻ തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട രാജാവ് അവൻ്റെ ഫാമിലിയിലുള്ളവരെ കൊല്ലാൻ പറയുന്നു. അങ്ങനെ ആദ്യം അമ്പു ചെയ്യുന്നത് നമ്മുടെ യുവറാണിയെയാണ്. അപ്പോൾ യുവറാണി, അതെ, യുവറാണി കിംഷിൻ്റെ സിസ്റ്ററാണ്. അനിയത്തി മരിച്ചു വീഴുന്നത് കണ്ടിട്ടും കിംഷിൻ തൻ്റെ ലക്ഷ്യത്തിൽ നിന്നും പിന്മാറിയില്ല. അവൻ നടന്നെടുക്കുന്നത് കണ്ട കിങ്ങിൻ്റെ പടയാളികൾ അവൻ്റെ ഫാമിലിയെ മൊത്തം കൊന്നൊടുക്കി. കിംഷിനെ കൊല്ലാനായി രാജാവ് ഉത്തരവിടുന്നു. അത് കേട്ടിട്ട് സങ്കടം സഹിക്കവയ്യാതെ കിംഷിന്റെ ബെസ്റ്റ് ഫ്രണ്ടും കമാൻഡറുമായ സോൾജർ കിങ്ങിനെതിരെ സംസാരിക്കാൻ വരുന്നു. എന്നാൽ അവനെ കിംഷിൻ തടഞ്ഞിട്ട് എന്നെ കൊല്ലാനായി ഏറ്റവും യോഗ്യതയുള്ളത് നിനക്കാണ്, എന്നെ കൊന്നോളൂ എന്ന് പറയുന്നു. സങ്കടത്തോടെയാണെങ്കിലും തൻ്റെ ജനറലിന്റെ ഉത്തരവ് ലംഘിക്കാൻ കമാൻഡറിന് സാധിക്കുന്നില്ല. അങ്ങ് മരിച്ച ഉടനെ ഞാനും ആത്മഹത്യ ചെയ്യുമെന്ന് കിംഷിന് വാക്കുകൊടുത്തിട്ട് കിംഷിന്റെ നെഞ്ചിലേക്ക് കിംഷിന്റെ വാൾ കുത്തിയിറക്കുന്നു. മരിക്കുന്ന സമയത്ത് രാജാവിന്റെ ശിങ്കിടി കിംഷിന്റെ ശവശരീരം അനാഥമായി ഉപേക്ഷിക്കാൻ രാജാവിനോട് പറയുന്നു. യുവറാണി തന്റെ അവസാന നിമിഷത്തിൽ തന്റെ സഹോദരന്റെ മരണമാണ് കാണുന്നത്. അവർ ഡിസൈഡ് ചെയ്ത പോലെ കിംഷിന്റെ ശരീരം അനാഥമായ രീതിയിൽ ഉപേക്ഷിക്കുന്നു. പക്ഷെ കിംഷിൻ ഇപ്പോഴും മരിച്ചിട്ടില്ല. ആ വാൾ ഇപ്പോഴും കിംഷിന്റെ നെഞ്ചിൽ ആഴത്തിൽ ഇറങ്ങിയാണ് ഇരിക്കുന്നത്. രാജ്യത്തുള്ള ആർക്കും കിംഷിന്റെ ബോഡിയുടെ അടുത്ത് പോകാനുള്ള അനുവാദമില്ല. അതുകൊണ്ട് ദൂരെ മാറി നിന്നാണ് എല്ലാവരും കിംഷിനെ കാണുന്നത്. ആകാശത്തേക്ക് നോക്കി തൻ്റെ മരണവും കാത്ത് വേദന സഹിച്ച് കിംഷിൻ കിടക്കുകയാണ്. വർഷങ്ങൾ കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ 1998 അങ്ങ് സിയോളിൽ. ഗോബ്ലിന്റെ വരവും കഥയും ഗോബ്ലിൻ നൂറ്റാണ്ടുകൾക്ക് മുന്നേ അറിയിച്ചു കഴിഞ്ഞു. ഇനി ആരുടെ വരവായിരിക്കും? കറുത്ത കോട്ടും സ്യൂട്ടും ധരിച്ച് ഒരാൾ റോഡ് ക്രോസ് ചെയ്യുകയാണ്. പെട്ടെന്ന് അയാളുടെ നേരെ കാർ ഇടിക്കാൻ വരുന്നു. പക്ഷേ അയാൾക്കൊന്നും പറ്റിയില്ല. കാർ മൊത്തത്തിൽ നശിച്ചു പോയിട്ടുണ്ട്. നീ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തു എന്ന് ഡ്രൈവറോട് പറഞ്ഞ് അയാൾ ഒരു കറുത്ത പുകയായി പോകുന്നു. ആ ഡ്രൈവറിനെ ഹെൽപ്പ് ചെയ്യാനായി കുറേ പേർ വരുന്നു. അവരിൽ ഒരു സ്ത്രീ അവളുടെ ബോഡി കാറിന്റെ ട്രങ്കിൽ കണ്ട് അലറി വിളിക്കുന്നു. അപ്പോൾ അവളുടെ അടുത്തേക്ക് അവളുടെ മരണത്തിന്റെ കണക്കുകളുമായി ആ കറുത്ത കോട്ടിട്ട ആൾ വരുന്നു.
ഇപ്പോൾ ആളെ മനസ്സിലായി കാണും അല്ലേ? പുള്ളിയാണ് ഗ്രിം റിപ്പർ അഥവാ കാലൻ. അവൻ അവളെയും കൂട്ടി ആഫ്റ്റർ ലൈഫിൻ്റെ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകുന്നതിന് മുന്നേ ഗ്രിം റിപ്പർ തൻ്റെ ക്ലയൻസിന് എന്നുവെച്ചാൽ മരിച്ച ആൾക്കാർക്ക് ഒരു ചായ ഓഫർ ചെയ്യും. നമ്മുടെ എല്ലാ ഓർമ്മകളും അവിടെ ഉപേക്ഷിച്ച് സ്വസ്ഥമായി പരലോകത്ത് പോകാൻ വേണ്ടിയിട്ടാണത്. അങ്ങനെ ആ യുവതി ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ കിംഷിൻ പുള്ളി ആ ജനറലിൻ്റെ ലുക്കിൽ നിന്നൊക്കെ ചേഞ്ച് ചെയ്ത് ഒരു ജെന്റിൽമാൻ ലുക്കിലാണ് ഇപ്പോഴുള്ളത്. കാലം മാറുന്നതിനനുസരിച്ച് കോലം മാറണം എന്നല്ലേ? അപ്പോൾ പുള്ളി ഗ്രിം റിപ്പറിൻ്റെ വീടിൻ്റെ പുറത്തുകൂടെ കടന്നു പോകുമ്പോൾ വീടിൻ്റെ അകത്ത് നിൽക്കുന്ന ഗ്രിം റിപ്പറിനെ കാണുന്നു. തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഗോബ്ലിനെയും ഗ്രിം റിപ്പർ കാണുന്നു. ഇരുവർക്കും കണ്ടപ്പോൾ തന്നെ പരസ്പരം മനസ്സിലായി. ഈ സീരീസിലെ ഡെഡ്ലി കോമ്പിനേഷനാണ് ഇവർ രണ്ടുപേരും. ഇത്രയും റൊമാൻസ് വേറെ സീരീസിൽ ഉണ്ടായിട്ടുണ്ടാവില്ല. പിന്നെ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാകും, ഗോബ്ലിൻ നോക്കുന്നത് ഒരു മതിലിനുള്ളിലേക്കാണ്. നമുക്ക് കാണാൻ പറ്റാത്ത പല കാര്യങ്ങളും ഇവർക്ക് രണ്ടുപേർക്കും കാണാൻ പറ്റും. ഗ്രിം റിപ്പർ ധരിച്ചിരിക്കുന്ന ഹാറ്റിനെ ഒന്ന് പുച്ഛിച്ചിട്ട് ഗോബ്ലിൻ ഒരു ബാഗുമായി ഒരു വീട്ടിലോട്ട് കയറിപ്പോകുന്നു. അവനൊന്ന് കഴിഞ്ഞൊടിക്കുമ്പോഴേക്കും മെഴുകുതിരികൾ താനെ കത്തുന്നു. ഫേർണിച്ചറിൻ്റെ കവറിംഗ് എല്ലാം തന്നെത്താനെ മാറുന്നു. അവൻ ആഗ്രഹിക്കുന്ന രീതിയിൽ എല്ലാം തന്നെ മാറി സെറ്റായി വരുന്നു. അവിടെ അവനെയും കാത്ത് ഒരു വയസ്സായ മനുഷ്യനും അയാളുടെ ഗ്രാൻഡ് സണ്ണും നിൽപ്പുണ്ടായിരുന്നു. വളരെ ഭയഭക്തി ബഹുമാനത്തോടെയാണ് അയാൾ ഗോബ്ലിനോട് സംസാരിക്കുന്നത്. 20 വർഷങ്ങൾക്ക് ശേഷം തൻ്റെ മാസ്റ്ററിനെ കണ്ട സന്തോഷത്തിലാണ് അയാൾ. ആരാണ് ഈ മനുഷ്യൻ എന്നുള്ള രീതിയിൽ ഗോബ്ലിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ കൊച്ചുകുട്ടി. അവനോട് ഗോബ്ലിൻ അവൻ്റെ അങ്കിളാണ്, പിന്നെ ബ്രദർ ആകും, കുറച്ചു കഴിഞ്ഞ് അവൻ്റെ മകനാവും, അത് കഴിഞ്ഞ് അവൻ്റെ ഗ്രാൻഡ് സണ്ണും ആകുമെന്ന് പറയുന്നു. പക്ഷേ ആ കൊച്ചുകുട്ടി അവൻ്റെ പേരാണ് ദൊഖുവ. അവൻ ഗോബ്ലിനെ ഭയങ്കര ആറ്റിറ്റ്യൂഡ് ഇട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൻ്റെ ഈ സ്വഭാവത്തിന് ഗ്രാൻഡ്പ സോറി ചോദിക്കുന്നു. രാജഭരണകാലത്ത് ദൊഖുവയുടെ പൂർവികനായ ഒരു കൊച്ചുകുട്ടിയും ഗോബ്ലിനെ ഇതേപോലെ നോക്കി നിന്നിട്ടുണ്ട്. ദൊഖുവയുടെ മര്യാദയില്ലായ്മയ്ക്ക് ഗ്രാൻഡ്പ സോറി പറഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷേ ദൊഖുവ ഒരിക്കലും അവൻ്റെ ഫാമിലിയിലുള്ളവരെ നാണം കെടുത്തില്ല എന്ന് ഗോബ്ലിൻ ഉറപ്പു നൽകുന്നു. നൂറ്റാണ്ടുകൾക്ക് മുന്നേ തൻ്റെ കല്ലറ സന്ദർശിച്ച ആ കുട്ടിയെയും അവൻ്റെ ഗ്രാൻഡ്പയെയും പറ്റിയാണ് ഇപ്പോൾ ഗോബ്ലിൻ ഓർക്കുന്നത്. ഗോബ്ലിൻ്റെ കല്ലറയിലെ വാൾ നോക്കിക്കൊണ്ട് ആ ഗ്രാൻഡ്പ ഇനി മുതൽ ഇവനായിരിക്കും എനിക്ക് പകരം അങ്ങയെ അനുസരിക്കുക എന്ന് പറയുന്നു. ആ വാളിനെ എന്തിനനുസരിക്കണം എന്ന് അവന് മനസ്സിലാകുന്നില്ല. പെട്ടെന്ന് വാളിലേക്ക് ഒരു എനർജി വരുന്നു, ഒപ്പം ഒരു അശരീരിയും. ഗോബ്ലിൻ്റെ ആ വാളിൽ ആയിരക്കണക്കിന് ആൾക്കാരുടെ രക്തക്കറയുണ്ട്. അത് ശത്രുക്കളും ദൈവങ്ങളും പെടുന്നു. അതുകൊണ്ട് അനശ്വരനായി ഏകാഗനായി നിന്റെ പ്രിയപ്പെട്ടവരുടെ മരണവും കണ്ട് നീ ജീവിക്കുക. ഇങ്ങനെയാണ് കിംഷിൻ എന്ന ജനറലിന് ഗോബ്ലിൻ ആകുക എന്ന ശാപം കിട്ടുന്നത്. നിന്റെ മരണം ഒരിക്കലും നീ ചെയ്ത തെറ്റുകൾക്ക് പരിഹാരമാകില്ല. ഇതാണ് ഞാൻ നിനക്ക് തരുന്ന ശിക്ഷ എന്നും ദൈവം അശരീരിയിൽ കൂട്ടിച്ചേർക്കുന്നു. ഇതിനൊരു അവസാനം ഉണ്ടാകണമെങ്കിൽ ഗോബ്ലിൻ്റെ ബ്രൈഡിനെ കൊണ്ട് മാത്രമേ അത് സാധിക്കൂ. എന്ന് അവൾ ഈ വാൾ ഊരിമാറ്റുന്നുവോ അന്ന് ഗോബ്ലിന് സമാധാനമായി ഈ ലോകം വിട്ടു പോകാം. മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ ഗോബ്ലിൻ ആദ്യം റിവെഞ്ച് ചെയ്യാൻ പോയത് കിങ്ങിന് ഓരോന്ന് പറഞ്ഞുകൊടുത്ത് വഴക്കുണ്ടാക്കിപ്പിച്ച ആ കൊട്ടാര ഉപദേശകനെ കാണാനായിരുന്നു. അവനെ കഴുത്ത് ഞെരിച്ച് ഗോബ്ലിൻ കൊല്ലുന്നു. അത് കഴിഞ്ഞ് നേരെ രാജാവിൻ്റെ കിടപ്പറയിൽ പോകുമ്പോൾ തുണിയിൽ പൊതിഞ്ഞു വെച്ച ഒരു ഡെഡ് ബോഡിയാണ് അവൻ കാണുന്നത്. അവൻ വരാൻ അല്പം താമസിച്ചു പോയി. ഗോബ്ലിൻ തിരിച്ചെത്തുമ്പോഴേക്കും ആ ഗ്രാൻഡ്പ മരിച്ചിരുന്നു. ആ കുട്ടി ഗ്രാൻഡ്പയുടെ കല്ലറ നോക്കി കരയുകയാണ്. ഗോബ്ലിനെ കണ്ടപ്പോൾ അങ്ങാണ് എൻ്റെ മാസ്റ്റർ, അങ്ങേ ഇനി മുതൽ ഞാൻ സെർവ് ചെയ്യുമെന്ന് പറയുന്നു. പ്രതികാരദാഹിയായ ഗോബ്ലിനെ കണ്ടിട്ട് പോലും തൻ്റെ തീരുമാനം മാറ്റാൻ അവൻ തയ്യാറായില്ല. അവർ കപ്പലിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റുള്ള പാസഞ്ചേഴ്സ് ഫുഡ് കഴിക്കുന്നത് അവൻ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. അത് കണ്ടിട്ട് തൻ്റെ ഫുഡ് ഗോബ്ലിൻ അവന് നൽകുന്നു. എന്നാൽ വേണ്ട, വിശപ്പില്ല എന്നൊക്കെ അവൻ കള്ളം പറയുന്നു. അതുകൊണ്ട് ഗോബ്ലിൻ അവന് പകുതി ഫുഡ് ഷെയർ ചെയ്ത് കൊടുക്കുന്നു. എന്നാൽ വളരെ മെച്യൂർഡായിട്ടാണ് അവൻ പെരുമാറുന്നത്. ഷെയർ ചെയ്താൽ ഒരാളുടെ വയറുപോലും നിറയില്ല. അതുകൊണ്ട് മൊത്തം ഫുഡ് ഗോബ്ലിനോട് തന്നെ കഴിച്ചോളാൻ അവൻ പറയുന്നു. എന്നാൽ ആ ഫുഡ് മൊത്തമായി ഗോബ്ലിൻ അവന് കൊടുക്കുന്നു. അവനത് ആർത്തിയോടെ കഴിക്കുന്നു. എന്നാൽ ഗോബ്ലിനെയും ആ കുട്ടിയെയും പറ്റി ബാക്കിയുള്ള പാസഞ്ചേഴ്സിന് ഡൗട്ട് വരുന്നു. അവർ ഗോബ്ലിനെ തടഞ്ഞു വയ്ക്കുകയും ആ കുട്ടിയെ കടലിൽ മുക്കി കൊല്ലാനും നോക്കുന്നു. തൻ്റെ ദേഷ്യം കൊണ്ട് ഗോബ്ലിൻ വൻ തിരമാലകൾ കടലിലുണ്ടാക്കുന്നു. കപ്പൽ തകർക്കുന്നു. ഏതാണ്ട് മുങ്ങാറായ അവസ്ഥയിലായി കപ്പൽ. എല്ലാവരും കടലിലേക്ക് വീഴുന്നു. അവസാനം ഒരാൾ ഗോബ്ലിനോട് മാപ്പപേക്ഷിക്കുന്നു. എന്നാൽ ഇത് വൈകിപ്പോയെന്ന് ഗോബ്ലിൻ പറയുന്നു. ഗോബ്ലിൻ തൻ്റെ വാളുയർത്തുമ്പോൾ കപ്പൽ ചിന്നിച്ചിതറിപ്പോയി കടലിൽ മുങ്ങുന്നു.
ഇനി കഥ പോകുന്നത് 1998 സിയോളിലേക്കാണ്. ഗോബ്ലിൻ ഒരു വലിയ കെട്ടിടത്തിന്റെ മുകളിൽ ഇരിക്കുകയാണ്. താഴെയുള്ള ആൾക്കാരെല്ലാം സംസാരിക്കുന്നത് അവന് കേൾക്കാം. പെട്ടെന്ന് ഒരു അലർച്ച അവൻ കേൾക്കുന്നു. ഒരു ഗർഭിണിയായ സ്ത്രീയെ കാറിടിച്ചിട്ട് നിർത്താതെ പോയി. അവൾ രക്തത്തിൽ കുളിച്ച് മഞ്ഞിൽ കിടന്ന് സഹായത്തിനു വേണ്ടി കരയുകയാണ്. ആ സ്ത്രീയെ നമ്മൾ ഇതിനു മുന്നേ കണ്ടിട്ടുണ്ട്. അവളോടായിരുന്നു തുടക്കത്തിൽ ഗോഡ് മദർ കഥ പറഞ്ഞുകൊണ്ടിരുന്നത്. ആദ്യം ഗോബ്ലിൻ അവളുടെ കരച്ചിൽ അവോയ്ഡ് ചെയ്യുമെങ്കിലും വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ ഗോബ്ലിൻ അവളുടെ അടുത്തേക്ക് പോകുന്നു. മനുഷ്യരുടെ ജനനത്തിലും മരണത്തിലും ഞാൻ ഇടപെടാറില്ലെന്ന് ഗോബ്ലിൻ പറയുന്നു. പക്ഷേ അവൾ അപേക്ഷിക്കുന്നത് അവളുടെ ജീവന് വേണ്ടിയിട്ടായിരുന്നില്ല. അവൾ തൻ്റെ കുഞ്ഞിൻ്റെ ജീവന് വേണ്ടിയിട്ടാണ് അപേക്ഷിക്കുന്നത്. അവൾ അബോധാവസ്ഥയിലേക്ക് പോകുമ്പോൾ ഗോബ്ലിൻ അവൻ്റെ ബ്ലൂ എനർജി യൂസ് ചെയ്ത് അവളുടെ ബോധം തിരിച്ചെടുക്കുന്നു. ഈ സമയത്ത് ഗ്രിം റിപ്പർ ഒരു 27 വയസ്സായ സ്ത്രീയെയും അവളുടെ പേരിടാത്ത കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ടു പോകാൻ വരുമ്പോൾ അവിടെ ബ്ലഡ് മാത്രമാണ് കാണാൻ പറ്റുന്നത്. ആ രണ്ടുപേരും അവിടെ നിന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു. കുറച്ചു കഴിഞ്ഞ് ആ സ്ത്രീ ഒരു പെൺകുഞ്ഞിന് ജന്മം കൊടുക്കുന്നു. അവളുടെ ചുറ്റും ആത്മാക്കൾ കൂടി നിന്ന് ഇവളാണ് ഗോബ്ലിൻ്റെ ബ്രൈഡ് എന്ന് പെറുപെറുക്കുന്നു. 8 വർഷങ്ങൾക്ക് ശേഷം ആ കുഞ്ഞുവാവ വളർന്ന് ഇന്നൊരു പെൺകുട്ടിയായി. ഇയുൻ താക്ക് എന്നാണ് അവളുടെ നെയിം. അവളുടെ കഴുത്തിൽ ഒരു ബർത്ത് മാർക്കുണ്ട്. ഗോബ്ലിൻ്റെ ബ്രൈഡാണല്ലോ. അവളുടെ 8th ബർത്ത്ഡേക്ക് കേക്ക് വേണമെന്ന് പറഞ്ഞ് അവൾ അമ്മയോടൊപ്പം ബീച്ച് സൈഡിൽ ഇരിക്കുകയാണ്. അവൾ ഒരു പട്ടിക്കുട്ടിയെ തലോടുകയാണ്. സന്തോഷിച്ചിരുന്ന അമ്മയുടെ മുഖം പെട്ടെന്ന് വാടുന്നു. അമ്മയ്ക്ക് ആ പട്ടിക്കുട്ടിയെ കാണാനാകുന്നില്ല. അത് ആ പട്ടിക്കുട്ടിയുടെ ആത്മാവായിരുന്നു. പിന്നെ സ്കൂൾ വിട്ട് കഴിഞ്ഞ് വീട്ടിലെത്തുന്ന അവൾ കാണുന്നത് ബർത്ത്ഡേ കേക്കുമായി വെയിറ്റ് ചെയ്യുന്ന അമ്മയെ ആണ്. ക്യാൻഡിൽ ഊതിക്കെടുത്തിയിട്ട് അവൾ അമ്മയെ നോക്കി ചിരിക്കുന്നു. ഒരു നിമിഷം പെട്ടെന്ന് അവൾ ഫ്രീസായി. എന്നിട്ട് കരയുകയാണ്. കാരണം അത് അവളുടെ അമ്മയായിരുന്നില്ല, അമ്മയുടെ ആത്മാവായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് ഉറപ്പായി ഇയുൻ താക്കിന് ഗോസ്റ്റിനെ കാണാൻ പറ്റുന്ന കഴിവുണ്ടെന്ന്. ഭാവിയിൽ ഗോസ്റ്റിനെ കാണുമ്പോൾ അകന്ന് നടക്കാൻ അമ്മ അവളോട് പറയുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് കുറച്ച് കഴിയുമ്പോൾ മോൾക്കൊരു കോൾ വരും. മോൾ ധൈര്യമായിട്ടിരിക്കണം എന്ന് കരഞ്ഞുകൊണ്ട് അമ്മ പറയുന്നു. ഇയുൻ താക്കിനും കരച്ചിലടക്കാൻ പറ്റുന്നില്ല. കരച്ചിലിനൊടുവിൽ രണ്ടുപേരും പരസ്പരം ഗുഡ് ബൈ പറയുന്നു. അമ്മയുടെ ടൈം തീരുന്നതിനനുസരിച്ച് അമ്മയുടെ ആത്മാവ് മാഞ്ഞില്ലാണ്ടാകുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് കോൾ വരുമ്പോൾ അമ്മയുടെ റെഡ് സ്കാർഫും ധരിച്ചുകൊണ്ട് ഇയുൻ താക്ക് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. അമ്മയുടെ ആത്മാവ് പോകുന്ന വഴിയിൽ ഗോഡ് മദറിനെ കണ്ട് ഇയുൻ താക്കിനെ സംരക്ഷിക്കണം എന്നപേക്ഷിക്കുന്നു. ഒപ്പം അവരോട് നന്ദിയും പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. മുറ്റത്തേക്കിറങ്ങുന്ന ഇയുൻ താക്ക് തൻ്റെ മുമ്പിൽ കണ്ട ആളോട് സംസാരിക്കുന്നു. എന്നെ നിനക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അയാൾ ചോദിച്ചപ്പോഴാണ് അത് മനുഷ്യനല്ല എന്ന് ഇയുൻ താക്കിന് മനസ്സിലായത്. അയാൾ ഗ്രിം റിപ്പർ ആയിരുന്നു. ഗ്രിം റിപ്പറിനെ അവൾ അവോയ്ഡ് ചെയ്യുന്നുണ്ടെങ്കിലും ഗ്രിം റിപ്പറിന് ഇവൾ അന്ന് തൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട അൺബോൺ ബേബിയാണെന്ന് മനസ്സിലാകുന്നു. റിപ്പർ അവളെ തട്ടിയെടുക്കാൻ ശ്രമിക്കുമ്പോഴേക്കും അവിടേക്ക് ഗോഡ് മദർ വരുന്നു. എന്നാൽ അന്നത്തെ മിസ്റ്റേക്ക് തിരുത്താൻ സമ്മതിക്കണം എന്നവൻ ഗോഡ് മദറിനോട് പറയുന്നു. എന്നാൽ അന്നത്തെ കുട്ടിക്ക് ഒരു നെയിം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നിവൾക്കൊരു നെയിമുണ്ട്. അതുകൊണ്ട് ഇവളുടെ നെയിമുള്ള ഡെത്ത് കാർഡുമായിട്ട് വരാൻ പറഞ്ഞ് ഗ്രിം റിപ്പറിനെ ഗോഡ് മദർ പറഞ്ഞു വിടുന്നു. എന്നാൽ തന്നെ എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് ഇയുൻ താക്ക് ഗ്രാനിയോട് ചോദിക്കുന്നു. ഇയുൻ താക്ക് ജനിച്ചത് തന്നെ തനിക്ക് ഹാപ്പിനെസ് ആണെന്ന് ഗ്രാനി പറയുന്നു. ഗോഡ് മദറിന് എല്ലാം അറിയാമല്ലോ. എന്നിട്ട് അവൾ ക്യാബേജ് അവൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നു. ഗ്രിം റിപ്പറിന്റെ കണ്ണിൽ പെട്ടതുകൊണ്ട് ഫ്യൂണറൽ ഹാളിൽ നിന്നെ കാണാനായി വരുന്ന നിന്റെ ആൻറ്റിയുടെയും അവരുടെ 2 മക്കളുടെ കൂടെയും ഇനി നീ താമസിക്കാൻ പോകണമെന്ന് ഇയുൻ താക്കിനോട് ഗോഡ് മദർ ആവശ്യപ്പെടുന്നു. അതല്ലാതെ അവൾക്ക് വേറെ ഒരു ചോയ്സുമില്ല. അതിത്തിരി കഷ്ടപ്പാടാണെങ്കിലും അവിടെ എങ്ങനെയെങ്കിലും കടിച്ചു പിടിച്ച് സഹിച്ചു നിൽക്കാൻ ഇയുൻ താക്കിനോട് അവൾ ആവശ്യപ്പെട്ടു. പിന്നെ വയസ്സായ ഗോഡ് മദർ ഒരു ബ്രിഡ്ജ് പാസ് ചെയ്യുമ്പോൾ ഒരു സ്കൂൾ ബോയിനെ ക്രോസ് ചെയ്തു പോകുന്നു. പിന്നെ പെട്ടെന്ന് 10 വർഷം കഴിഞ്ഞു പോയ രീതിയിൽ ആ ഗോഡ് മദർ ഒരു യങ് ലേഡിയായി മാറിയ രീതിയിലും ആ സ്കൂൾ ബോയ് ഗോബ്ലിൻ്റെ സ്ലേവായ ദൊഖ്വ ആയി മാറുകയും ചെയ്യുന്നു. ആ യങ് ലേഡിയെ കണ്ടപ്പോൾ ഒരു ഡ്രിങ്ക്സിന് വരുന്നോ എന്ന് ദൊഖ്വ ചോദിക്കുന്നു. ഹൈസ്കൂളിൽ ഇയുൻ താക്ക് ഒറ്റയ്ക്കിരുന്ന് ഫുഡ് കഴിക്കുകയാണ്. അവൾക്ക് ഗോസ്റ്റിനെ കാണാനുള്ള കഴിവുണ്ടെന്ന് പറഞ്ഞാണ് അവളുടെ ഫ്രണ്ട്സ് അവളെ അകറ്റി നിർത്തിയിരിക്കുന്നത്. ഗോസ്റ്റിനെ ഒഴിവാക്കുന്നത് പോലെ അവൾ അവരെയും മൈൻഡ് ചെയ്യുന്നില്ല. ഇപ്പോഴും ഗോസ്റ്റ് അവളെ ഗോബ്ലിൻ്റെ ബ്രൈഡ് എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇയുൻ താക്ക് ഗോസ്റ്റിനെ മൈൻഡ് ചെയ്യാണ്ട് നടന്നു വരുമ്പോൾ അവൾ ഗോബ്ലിനെ കാണുന്നു. ഒരു നിമിഷത്തേക്ക് രണ്ടുപേരും പരസ്പരം നോക്കുന്നു. ഇയുൻ താക്ക് ഒന്നും അറിയാത്ത രീതിയിൽ നടന്നു പോകുന്നു. എന്നാൽ തന്നെ ഒരു മനുഷ്യന് കാണാൻ പറ്റുന്നുണ്ടെന്ന ആശ്ചര്യത്തിലാണ് ഗോബ്ലിൻ. ഗോബ്ലിൻ ഇയുൻ താക്കിനെ വീണ്ടും തിരിഞ്ഞു നോക്കുന്നു. ഗോബ്ലിൻ്റെ വീട്ടിൽ ഗോബ്ലിന് ട്രാവലിങ്ങിൻ്റെ പേപ്പേഴ്സൊക്കെ റെഡിയാക്കി കൊടുക്കുകയാണ് ദൊഖ്വയുടെ ഗ്രാൻഡ് പാ.
20 വർഷം കൂടുമ്പോൾ ദൂരെ എവിടെയെങ്കിലും ഗോബ്ലിൻ യാത്ര പോകാറുണ്ട്. എന്നിട്ട് 20 വർഷം കഴിഞ്ഞ് ഗോബ്ലിൻ തിരിച്ചു വരികയുള്ളൂ. ഇനി ഗോബ്ലിൻ തിരിച്ചു വരുമ്പോൾ ദൊഖുവ കാര്യങ്ങളൊക്കെ നോക്കിക്കൊള്ളും എന്ന് ഗ്രാൻഡ്പ പറയുന്നു. ഇനി ഗോബ്ലിൻ തിരിച്ചു വരുമ്പോൾ കാണാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ച് ഗോബ്ലിനോട് എല്ലാത്തിനോടും ഗ്രാൻഡ്പ നന്ദി പറയുന്നു. തൻ്റെ ക്രെഡിറ്റ്സ് കാർഡ്സ് എല്ലാം കട്ട് ചെയ്ത സങ്കടത്തിലിരിക്കുകയാണ് ദൊഖുവ. അപ്പോഴാണ് ഗോബ്ലിൻ്റെ ട്രാവൽ ഡോക്യുമെന്റ്സ് അവൻ കാണുന്നത്. ബ്രൈഡിനെ അന്വേഷിച്ച് പോകുകയാണോ എന്നവൻ ചോദിക്കുന്നു. താൻ തിരിച്ചു വരുമ്പോൾ തന്നെ സെർവ് ചെയ്യുന്നത് ദൊഖുവ ആയിരിക്കുമല്ലോ എന്നോർത്ത് ഗോബ്ലിൻ സങ്കടത്തോടെ ഒരു ദീർഘനിശ്വാസം എടുക്കുന്നു. ഇയുൻതാക്ക് ഇപ്പോൾ താമസിക്കുന്നത് അവളുടെ ആൻറ്റിയുടെ വീട്ടിലാണ്. അവരൊരു ദുഷ്ടയായിരുന്നു. അവരുടെ 2 മക്കളും സ്വഭാവത്തിൽ ആൻറ്റിയേക്കാൾ ഒട്ടും തന്നെ മോശമല്ല. ഇയുൻതാക്കിൻ്റെ അമ്മയുടെ മരണത്തിൻ്റെ ഇൻഷുറൻസ് മണിക്ക് വേണ്ടി അവളുടെ ബാങ്ക് പാസ്ബുക്ക് തരാൻ ആൻറ്റി ആവശ്യപ്പെടുന്നു. എന്നാൽ അവൾക്ക് അങ്ങനൊരു അക്കൗണ്ട് ഇല്ലെന്ന് ഇയുൻതാക്ക് പറയുന്നു. കള്ളം പറയുകയാണെന്ന് പറഞ്ഞ് അവളുടെ തലക്കിട്ട് ആൻറ്റി പാത്രമെടുത്തെറിയുന്നു. ഇന്ന് ഇയുൻതാക്കിൻ്റെ ബർത്ത്ഡേയും കൂടിയാണ്. ഇയുൻതാക്ക് അവളുടെ സങ്കടം കടിച്ചു പിടിച്ചിട്ട് ആൻറ്റി അവളിൽ നിന്നും എല്ലാ ക്യാഷും റെന്റ് ഡെപ്പോസിറ്റും ഒക്കെ എടുത്ത കാര്യം പറയുന്നു. ഇയുൻതാക്കിന് ഗോസ്റ്റിനെ കാണാൻ പറ്റുമെന്ന് അവളുടെ കസിൻ പറയുമ്പോൾ, അതെ എനിക്ക് ഗോസ്റ്റിനെ കാണാൻ പറ്റും, നിന്റെ തൊട്ടുപുറകിൽ ഒരു ഗോസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് അവളുടെ ബർത്ത്ഡേ കേക്കും വാങ്ങി അവൾ ബീച്ചിലേക്ക് പോകുന്നു. ഗോബ്ലിൻ അപ്പോൾ പൂക്കളുടെ ഒരു പാടത്ത് നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഗ്രാൻഡ്പയുമായി സംസാരിച്ച കാര്യമാണ് അവൻ ഓർക്കുന്നത്. തൻ്റെ സ്വോർഡ് കാണാൻ പറ്റിയ ഒരു ഗേളിനെ പോലും, അതായത് തൻ്റെ ബ്രൈഡിനെ ഇതുവരെ കണ്ടുമുട്ടാത്ത വിഷമമുണ്ടെങ്കിലും ഇന്ന് രാത്രി താൻ സന്തോഷവാനാണെന്ന് ഗോബ്ലിൻ പറയുന്നു. എന്നിട്ട് ഗോബ്ലിൻ കുറച്ച് പൂക്കൾ പറിച്ചെടുക്കുന്നു. ഇയുൻതാക്ക് തൻ്റെ ബർത്ത്ഡേക്ക് തൻ്റെ 9ാമത്തെ വയസ്സ് മുതൽ വിഷ് പറഞ്ഞിട്ടില്ല. പക്ഷെ ഇന്നവൾ അവളുടെ ആ റൂൾ ബ്രേക്ക് ചെയ്ത് തൻ്റെ വിഷ് പറഞ്ഞുകൊണ്ട് മെഴുകുതിരി ഊതാൻ പോകുന്നു. തനിക്കൊരു പാർട്ട് ടൈം ജോബും പിന്നെ ആൻറ്റിയുടെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യണമെന്നും കൂടാതെ ഒരു ബോയ് ഫ്രണ്ടിനെയും വേണമെന്നും അവൾ വിഷ് പറയുന്നു. വിഷ് പറഞ്ഞതിന് ശേഷം അവിടെ പെട്ടെന്ന് കാർമേഘവും കാറ്റും വരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അവൾ മെഴുകുതിരി ഊതുമ്പോൾ ഗോബ്ലിൻ്റെ കയ്യിൽ നിന്നും ഒരു പുക വരുന്നു. തൻ്റെ കഷ്ടതകൾക്ക് പുറമെ ഇനി മഴയും കൂടെ പെയ്ത് തൻ്റെ ബർത്ത്ഡേ കുളമാക്കുവാണോ എന്നവൾ ദൈവത്തിനോട് ചോദിച്ച് സങ്കടപ്പെടുകയാണ്. നീയാണോ എന്നെ വിളിച്ചത് എന്ന് ചോദിച്ചുകൊണ്ടാണ് ഗോബ്ലിൻ അവളുടെ അടുത്തേക്ക് ചെല്ലുന്നത്. പെട്ടെന്ന് ഷോക്കായ ഇയുൻതാക്ക് ഞാൻ ആരെയും വിളിച്ചിട്ടില്ലെന്ന് പറയുന്നു. പക്ഷെ 2 പേർക്കും നേരത്തെ അവർ കണ്ട കാര്യം ഓർമ്മയുണ്ട്. അവൾക്ക് ഗോസ്റ്റിനെ കാണാനുള്ള പവർ ഉണ്ടെന്നും ഗോബ്ലിൻ ഒരു ഗോസ്റ്റ് അല്ലേന്നും അവൾ ചോദിക്കുന്നു. താനൊരു ഗോസ്റ്റ് അല്ലെന്നും നിനക്ക് ഗോസ്റ്റിനെ അല്ലാതെ വേറെ എന്തെങ്കിലും കണ്ടാൽ പോരെയെന്ന് ഗോബ്ലിൻ ചോദിക്കുന്നു. ലൈക്ക് ഫ്യൂച്ചർ. ചിലപ്പോൾ തനിക്ക് ഭാവിയില്ലായിരിക്കും, അതായിരിക്കും കാണാൻ പറ്റാത്തതെന്ന് ഗോബ്ലിനോട് ഇയുൻതാക്ക് പറഞ്ഞു. ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാതെ പരലോകത്ത് പോയി റെസ്റ്റ് ചെയ്യാനും അവൾ പറയുന്നു. ഗോബ്ലിൻ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഫ്ലവേഴ്സ് തനിക്ക് തരാമോ എന്നും അത് ഗോബ്ലിന് ഒട്ടും തന്നെ ചേരുന്നില്ലെന്നും അവൾ പറയുന്നു. അത് ബക്ക്വീറ്റ് ഫ്ലവേഴ്സ് ആണെന്നും അതിൻ്റെ അർത്ഥം ലവേഴ്സ് ആണെന്നും പറഞ്ഞ് ഗോബ്ലിൻ അവൾക്കത് കൊടുക്കുന്നു. അവൾ കരഞ്ഞത് ഓർമ്മ വന്ന ഗോബ്ലിൻ അവളുടെ ഏതാഗ്രഹമാണ് സാധിച്ചു തരേണ്ടത് എന്ന് ചോദിക്കുന്നു. ഗോബ്ലിൻ തൻ്റെ വിഷ് സാധിച്ചു തരുമെന്നറിഞ്ഞ ഇയുൻതാക്ക് അവനോട് കുറേ ക്യാഷ് ചോദിക്കുന്നു. എന്നാൽ നീ നിന്റെ ഫാമിലിയോട് ഉടനെ ബൈ പറഞ്ഞിട്ട് നിനക്കുടനെ കിട്ടാൻ പോകുന്ന ചിക്കൻ ഷോപ്പിൽ ജോലി ചെയ്ത് സന്തോഷമായി ജീവിക്കാൻ ഗോബ്ലിൻ അവളോട് ആവശ്യപ്പെടുന്നു. എന്നിട്ട് അവൻ ഒരു പുകയായി മാഞ്ഞു പോകുന്നു. അവൻ പോയി കഴിയുമ്പോൾ അപ്പോൾ എൻ്റെ ബോയ് ഫ്രണ്ടിൻ്റെ കാര്യമോ എന്നവൾ ചോദിക്കുന്നു. ഗോബ്ലിൻ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ അവിടെ ഗ്രിം റിപ്പറിനെ കണ്ടു ഞെട്ടുന്നു. നിനക്കെന്താ എൻ്റെ വീട്ടിൽ കാര്യമെന്ന് ഗോബ്ലിൻ അവനോട് ചോദിച്ചു. നീ ഇവിടെയാണോ താമസിക്കുന്നത് എന്ന് സർപ്രൈസ് ആയിട്ട് ഗ്രിം റിപ്പറും ചോദിക്കുന്നു. അവരുടെ ഇടയിലേക്ക് ദൊഖുവ വന്ന് നടന്ന കാര്യം വിശദീകരിക്കുന്നു. എന്തായാലും 20 വർഷത്തേക്ക് ഈ വീട് ക്ലോസ് ആയി കിടക്കുകയായിരിക്കും. വെറുതെ അത്രയും വാടക കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ റിപ്പറിന് റെന്റിന് ഈ വീട് കൊടുത്തു എന്നാണ് അവൻ പറയുന്നത്. അവനെന്താ ഇവിടെ ചെയ്യാൻ പോകുന്നതെന്ന് നിനക്കറിയോ എന്ന് ഗോബ്ലിൻ ദൊഖുവയോട് ചോദിക്കുന്നു. പുതിയ താമസക്കാരനോട് ഇങ്ങനെയൊന്നും പെരുമാറല്ലേ, പുള്ളിയോട് ഒരു ചായക്കട നടത്താൻ പോകുകയാണെന്ന് വളരെ ലാഘവത്തോടു കൂടി ദൊഖുവ പറഞ്ഞു. അതെന്ത് ചായക്കടയാണെന്ന് പാവം ദൊഖുവയ്ക്ക് അറിയില്ലല്ലോ. ഗ്രിം റിപ്പറിന്റെ കയ്യിൽ നിന്ന് ഓൾറെഡി ദൊഖുവ ക്യാഷ് വാങ്ങിയിരുന്നു. അത് തിരിച്ചു കൊടുക്കുവാൻ ഗോബ്ലിൻ അവനോട് പറയുമെങ്കിലും ഗ്രിം റിപ്പർ കോൺട്രാക്ട് എടുത്തു കാണിക്കുന്നു. അത് ഗോബ്ലിൻ തന്റെ പവർ ഉപയോഗിച്ച് കത്തിച്ചു കളയുന്നു. എന്നാൽ അത് കോപ്പി മാത്രമാണെന്ന് ഗ്രിം റിപ്പർ പറയുന്നു. ഗ്രിം റിപ്പേഴ്സിന്റെ ലോ ഗ്രിം റിപ്പർ ഗോബ്ലിനെ ഓർമ്മിപ്പിക്കുന്നു. ഗ്രിം റിപ്പർ ആയിട്ടുള്ള കോൺട്രാക്ട് ആരെങ്കിലും തെറ്റിച്ചാൽ അവരെ ഗ്രിം റിപ്പർ അങ്ങെടുക്കും. തന്റെ പ്രിയപ്പെട്ട ദൊഖുവയെ വിട്ടുകൊടുക്കാൻ ഗോബ്ലിന് പറ്റില്ലായിരുന്നു. അങ്ങനെ ഗ്രിം റിപ്പറിനോട് ഇഷ്ടമുള്ളൊരു റൂം സെലക്ട് ചെയ്ത് അത് സ്വന്തം വീടായിട്ട് കണ്ടോളാൻ ഗോബ്ലിൻ പറയുന്നു. അല്ലെങ്കിലും ഇത് തന്റെ വീട് തന്നെയാണെന്ന് ഗ്രിം റിപ്പർ തിരിച്ചു പറയുന്നു. ഫുഡ് കഴിക്കാനിരിക്കുമ്പോൾ പോലും പരസ്പരം അടിയുണ്ടാക്കാതിരിക്കാൻ അവർക്ക് പറ്റുന്നില്ല. ഒരാൾ മറ്റേയാളുടെ കുടിക്കാനുള്ള വെള്ളത്തിൽ കുരുമുളക് പൊടിയിടുന്നു, മറ്റേയാൾ മറ്റേയാളുടെ ഫുഡിൽ മുളക് പൊടിയിടുന്നു. അങ്ങനെ ഗോബ്ലിൻ പ്രവചിച്ചതനുസരിച്ച് ഇയുൻതാക്ക് ചിക്കൻ ഷോപ്പിൽ ജോബിന് പോകുന്നുണ്ടെങ്കിലും ഒന്നും അങ്ങോട്ട് സെറ്റാകുന്നില്ല. ഒരാൾ കത്തിച്ചു തീർന്ന സിഗരറ്റ് കുറ്റി ട്രാഷ് ക്യാനിൽ ഇടുന്നു. അത് കത്തിപ്പിടിക്കണ്ട എന്ന് വിചാരിച്ച് ഇയുൻതാക്ക് അത് കെടുത്താനായി ഊതുന്നു. അപ്പോഴേക്കും അവിടെ ഗോബ്ലിൻ വരുന്നു. എന്തിനാ എന്നെ വിളിച്ചത് എന്ന് ചോദിച്ചാണ് ഗോബ്ലിൻ വരുന്നത്.
എന്നാൽ താൻ ആരെയും വിളിച്ചിട്ടില്ലെന്ന് ഇയുൻതാക്ക് പറയുന്നു. കൂടാതെ ഗോബ്ലിൻ എന്ത് ടൈപ്പ് ഗോസ്റ്റ് ആണെന്നും അവൾ ഗോബ്ലിനോട് ചോദിക്കുന്നു. അവളെ യൂണിഫോമിൽ കാണാൻ നല്ല ഭംഗിയുണ്ടെന്നും പറഞ്ഞ് അവൻ പുകയായി മാഞ്ഞു പോകുന്നു. വൈകുന്നേരം ചർച്ചിൽ ഇരിക്കുകയാണ് ഇയുൻതാക്ക്. എന്തുകൊണ്ടാണ് തൻ്റെ മുന്നിൽ ഗോബ്ലിൻ പ്രത്യക്ഷപ്പെടുന്നതെന്നുള്ള കാര്യം അവൾക്ക് പിടികിട്ടി. അവൾ അത് ടെസ്റ്റ് ചെയ്യാനായി ഒരു ക്യാൻഡിൽ കത്തിച്ചിട്ട് ഊതി നോക്കുന്നു. പെട്ടെന്ന് തന്നെ അവിടേക്ക് ഗോബ്ലിൻ വരുന്നു. എന്നെ ഇവിടേക്ക് വിളിക്കുന്നത് ശരിയാണോ എന്ന് ഗോബ്ലിൻ അവളോട് ചോദിച്ചു. അവന് ചർച്ചിൽ വെച്ച് വാനിഷ് ആകാനുള്ള പവറില്ലെന്ന് അവൻ പറഞ്ഞു. ഗോബ്ലിൻ പോകാനൊരുങ്ങുമ്പോൾ ഗോബ്ലിൻ പറഞ്ഞ ഒരു വിഷ് പോലും നടന്നില്ലെന്ന് ഇയുൻതാക്ക് കംപ്ലൈൻറ്റ് പറയുന്നു. ഉടനെ തന്നെ ജോലി ശരിയാകുമെന്ന് ഗോബ്ലിൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ ബോയ് ഫ്രണ്ടിൻ്റെ കാര്യമോ എന്നവൾ ചോദിച്ചു. അതിന് നീയും ഇത്തിരി എഫേർട്ട് ഇടണം എന്ന് ഗോബ്ലിൻ പറയുന്നു. എന്നിട്ട് അവൻ പോകുമ്പോൾ വീണ്ടും അവൾ തൻ്റെ മൊബൈലിലെ ക്യാൻഡിൽ ആപ്പ് ഉപയോഗിച്ച് വീണ്ടും ഗോബ്ലിനെ വിളിച്ചു വരുത്തുന്നു. അവൾ ചുമ്മാ ടെസ്റ്റ് ചെയ്ത് കളിക്കുകയാണെന്ന് മനസ്സിലാക്കിയ ഗോബ്ലിൻ പോകാനൊരുങ്ങുമ്പോൾ അവൾ അവൻ്റെ കയ്യിൽ കയറി പിടിക്കുന്നു. അവൾ അവനെ തൊടുമ്പോൾ അവൻ്റെ വാളിൽ നിന്നും ബ്ലൂ ലൈറ്റ് വരുന്നു. ഞാൻ വിചാരിച്ചു ബ്ലൂ ലൈറ്റിന് തണുപ്പായിരിക്കുമെന്ന്, ഇത് ഭയങ്കര ചൂടാണല്ലോ എന്ന് പറഞ്ഞ് അവൾ ഗോബ്ലിനിൽ നിന്നും കൈയെടുക്കുന്നു. ബ്ലൂ ലൈറ്റിനാണ് ഏറ്റവും ചൂടെന്ന് അവൻ അവളോട് പറയുന്നു. വിഷ് വേണ്ട, തനിക്ക് കുറച്ച് പൈസ മതിയെന്ന് അവൾ ഗോബ്ലിനോട് പറയുന്നു. പക്ഷെ ഗോബ്ലിൻ തിടുക്കത്തിലാണ്. അവനൊരു മെമ്മോറിയൽ സർവീസ് അറ്റൻഡ് ചെയ്യാനുണ്ട്. അവൾ കുറെ നിർബന്ധിക്കുമ്പോൾ എന്താ വേണ്ടതെന്ന് ചോദിക്കാൻ അവൻ പറയുന്നു. ആദ്യം ഗോബ്ലിനെ കണ്ടപ്പോൾ അവൻ ഗ്രിം റിപ്പർ ആണെന്നാണ് ഇയുൻതാക്ക് വിചാരിച്ചത്. പക്ഷെ റിപ്പർ ആയിരുന്നെങ്കിൽ അവളെ അപ്പോൾ തന്നെ കൊണ്ടുപോയേനേലോ. പിന്നെ വിചാരിച്ച് ഇത് ഗോസ്റ്റ് ആണോന്ന്. പക്ഷെ ഗോസ്റ്റിന് ഷാഡോ ഉണ്ടാവില്ലല്ലോ. പിന്നെ മനസ്സിലായി ഇത് ശരിക്കും ഗോബ്ലിൻ തന്നെയാണെന്ന്. ഗോബ്ലിന്റെ ബ്രൈഡാണ് താനെന്നും പറഞ്ഞ് അവൾ അവളുടെ കഴുത്തിലെ ബർത്ത് മാർക്ക് കാണിക്കുന്നു. എന്നാൽ ഇത് അന്ന് അവളുടെ അമ്മയെ രക്ഷിച്ചപ്പോൾ വന്ന മാർക്കാണെന്ന് ഗോബ്ലിൻ വിചാരിക്കുന്നു. നീ ഗോബ്ലിന്റെ ബ്രൈഡാണെങ്കിൽ അത് പ്രൂവ് ചെയ്യാൻ ഗോബ്ലിൻ അവളോട് പറയുന്നു. അതെങ്ങനെയാണെന്ന് അവൾ ചോദിക്കുന്നു. തന്നെ പറ്റി ഡിസ്ക്രൈബ് ചെയ്യാൻ ഗോബ്ലിൻ അവളോട് ആവശ്യപ്പെടുന്നു. അവൾ അവന്റെ ഹൈറ്റിനെ പറ്റിയും ഡ്രസ്സിനെ പറ്റിയും ഏജിനെ പറ്റിയും ഒക്കെ പറയുന്നു. എന്നാൽ താൻ ആഗ്രഹിച്ച ആൻസർ മാത്രം അവൾ പറയാത്തത് കൊണ്ട് ഗോബ്ലിൻ അവൾ ബ്രൈഡ് അല്ലെന്ന് പറയുന്നു. മാത്രമല്ല അവൾ ഒരു യൂസ്ലെസ് ആണെന്ന് കുറ്റപ്പെടുത്തുകയും അവൾക്ക് തന്നെ കാണാൻ പറ്റുന്നത് ഗോസ്റ്റിനെ കാണാനുള്ള കഴിവുള്ളതിന്റെ സൈഡ് എഫക്റ്റ് ആണെന്ന് പറയുകയും ചെയ്യുന്നു. തന്നെ യൂസ്ലെസ് എന്ന് വിളിച്ചതിൽ ഇയുൻതാക്കിന് ദേഷ്യം വരുന്നു. എൻ്റെ വാല്യൂവിനെ പറ്റി സംസാരിക്കാൻ ഈ ആൾ ആരാണെന്നും ചോദിച്ച് അവൾ ഗോബ്ലിനോട് ദേഷ്യപ്പെടുന്നു. യാഥാർത്ഥ്യത്തിൽ ജീവിക്കാൻ പറഞ്ഞ് ഗോബ്ലിൻ ഡോർ ഓപ്പൺ ചെയ്ത് പുറത്തു പോകുന്നു. അവൻ്റെ പുറകെ അവളും ഡോർ തുറന്നു പോകുന്നു. ഡോർ തുറന്നെത്തിയ അവൾ ഞെട്ടിപ്പോയി. അവളിപ്പോൾ കാനഡയിലാണ്. അവൾക്ക് എങ്ങനെയാണ് തന്നെ പോലെ ടെലിപ്പോർട്ട് ചെയ്യാൻ പറ്റിയതെന്ന കൺഫ്യൂഷനിലാണ് ഗോബ്ലിൻ. ഗോബ്ലിൻ്റെ പവറിൽ ശരിക്കും ഇയുൻതാക്ക് ഇംപ്രസ് ആയി. അങ്ങനെ അവളൊരു ഡിസിഷനിലെത്തി. നിങ്ങൾ ഗോബ്ലിൻ ആണെന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് നിങ്ങളെ ഞാൻ വിവാഹം കഴിക്കാം. ഐ ലവ് യു എന്നവൾ പറയുന്നു. അവൾ ഇങ്ങനെ പറയുമ്പോൾ എന്താ പറയേണ്ടതെന്നറിയാതെ ബ്ലാങ്കായി നിൽക്കുകയാണ് ഗോബ്ലിൻ. എല്ലാ ഫീലിങ്സിൻ്റെയും ഒരു മിക്സ്ചർ തന്നെയായിരുന്നു എപ്പിസോഡ് 1 അല്ലേ? 2 എപ്പിസോഡിനുള്ള കഥയുണ്ടായിരുന്നു ഈ എപ്പിസോഡിൽ തന്നെ. എല്ലാ ക്യാരക്ടേഴ്സിൻ്റെയും പെർഫെക്റ്റ് ഇൻട്രൊഡക്ഷൻ നൽകിയാണ് എപ്പിസോഡ് 1 അവസാനിക്കുന്നത്. ഇനി ഒരു മെയിൻ ക്യാരക്ടർ കൂടി വരാനുണ്ട്. അവളുടെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ. നിങ്ങൾക്ക് ഈ നറേഷൻ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.